ഹലോ എവരി വൺ, നമ്മുടെ കൊമ്പൂച്ച പ്രിപ്പറേഷൻ്റെ സെക്കൻഡ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ 7 ദിവസം കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ കൊമ്പൂച്ച മിക്സ് ഒന്ന് എടുത്തു നോക്കാം. ഇത് നല്ലപോലെ ഫെർമെൻ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലേവറിംഗ് ആണ്. അതിനായി ഇതുപോലത്തെ 2 ഗ്ലാസ് ബോട്ടിൽസ് എടുക്കാം. പാഷൻ ഫ്രൂട്ട് ആൻഡ് പൈനാപ്പിൾ ജിഞ്ചർ ഫ്ലേവറിംഗ് ആണ് നമ്മളിവിടെ ആഡ് ചെയ്യാൻ പോകുന്നത്. ആദ്യമായി ഒരു പാഷൻ ഫ്രൂട്ട് എടുത്ത് നടുവേ കട്ട് ചെയ്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്ന ആദ്യത്തെ ബോട്ടിലിലേക്ക് ഇട്ട് കൊടുക്കാം. അടുത്ത ബോട്ടിൽ ഒരു ഹാഫ് പൈനാപ്പിൾ തൊലിയൊക്കെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നന്നായി സ്ലൈസ് ചെയ്തെടുത്ത് ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചുള്ള ഫ്രൂട്ടിൻ്റെ ഫ്ലേവറിംഗ് കൊടുക്കാവുന്നതാണ്. ഇനി കുറച്ച് ഇഞ്ചി തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ പീസസ് ആക്കി ഈ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന പൈനാപ്പിൾ ഫ്ലേവേർഡ് ബോട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതാണ് നമ്മുടെ പാഷൻ ഫ്രൂട്ട് ഫ്ലേവർ. ഇത് പൈനാപ്പിൾ ആൻഡ് ജിഞ്ചർ. ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ കൊമ്പൂച്ച ആഡ് ചെയ്യാം. അതിനു മുന്നേ ഈ സ്കൂബിയെ എടുത്ത് മാറ്റാം. ഇത് പിന്നീട് വീണ്ടും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് ഒരു ക്ലീൻ ഡ്രൈ പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാൻ ഓർക്കുക. ഈ ബാക്കി വന്ന ഫെർമെൻറ്റഡ് ലിക്വിഡ് നമുക്ക് ഓരോ ഗ്ലാസ് ബോട്ടിലിലേക്ക് ഈക്വൽ ആയി ആഡ് ചെയ്യാം. ഇനി ഇത് എയർ ടൈറ്റായിട്ട് നല്ലോണം അടച്ചു വെക്കാം. ഫ്ലേവറിംഗ് ഒക്കെ ഇറങ്ങാനായി ഇത് നമുക്ക് 2 ദിവസത്തേക്ക് മാറ്റി വെക്കാം.